CPIM നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി ചേരുകയാണ്. അനിൽകുമാർ, BJPയിലേക്ക് പോകുന്ന കോൺഗ്രസ് നേതാക്കളെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ശശി തരൂർ ഇപ്പോൾ വാങ്ങാൻ പോകുന്ന അവാർഡ് VD സവർക്കറുടെ പേരിലുള്ള അവാർഡാണ്. അത് സ്വീകരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രീ അനിൽകുമാർ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തില് നേതൃശൂന്യത അനുഭവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് ദഹിക്കുന്ന ഒരു നേതാവല്ല എന്ന സംഘപരിവാരത്തിന്റെ തിരിച്ചറിവിലാണ് ശശി തരൂരിനെ പോലുള്ള ആളുകളെ അതിന് നേതൃസ്ഥാനത്തിൽ കൊണ്ടുവരാൻ സംഘപരിവാരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏത് വിധേനയും കോൺഗ്രസിൽ നിന്ന് പുറത്താവുക എന്ന പരിപാടിയാണ് ശശി തരൂർ ആവിഷ്കരിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് പുറത്താകണമെങ്കിൽ എന്ത് വേണം? കോൺഗ്രസുകാർക്ക് തികച്ചും അസ്വീകാര്യമായ എല്ലാ കാര്യങ്ങളിലേക്കും അത് കടന്നു പോകണം. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തന്നെ പാർലമെന്റിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുക മാത്രമല്ല, BJPക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു ബദൽ രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് ആവട്ടെ പുറത്താക്കാനാവാത്ത ഗതികേട്ടില്ല. ഏത് നിമിഷം പുറത്താകുന്നു അപ്പോൾ തന്നെ BJPക്ക് ഒരു MP സ്ഥാനം കൂടി കേരളത്തിൽ ലഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തുന്നത്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ നേതൃസ്ഥാനത്തെ കൊണ്ടുവരാനാകാം. തിരുവനന്തപുരത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കാനാവാം. എന്താണ് അതിന്റെ തന്ത്രം നമുക്കറിയില്ല. ഏതായാലും വളരെ ബോധപൂർവമായ നീക്കങ്ങളാണ് രൂപപ്പെട്ടു വരുന്നത്. കോൺഗ്രസ് എന്നുള്ള പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗമാണ് ഇപ്രകാരം ഒരു കാര്യത്തിലേക്ക് ചെയ്യുന്നത്. ഇവരൊക്കെ എങ്ങനെ കോൺഗ്രസിലെത്തി? കോൺഗ്രസിന്റെ ഏത് പ്രത്യയശാസ്ത്രമാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ കുടുംബവാഴ്ചയ്ക്കെതിരായി ശശി തരൂർ പറയുമ്പോൾ കുടുംബവാഴ്ചയുടെ ആസ്ഥാനമാണ് RSS. സവർക്കറും ഗോൾവാക്കറും ചേർന്നുണ്ടാക്കിയ ഡേവാർഗും ചേർന്നുണ്ടാക്കിയ ഈ സംഘടന കുടുംബവാഴ്ചയുടെ ആസ്ഥാനമാണ്. നാഗ്പൂരിൽ എന്താണ് RSSന്റെ ആസ്ഥാനത്ത് മറ്റെന്താണ് നടക്കുന്നത്? അതുകൊണ്ട് തന്നെ പരിവാർ കുടുംബം എന്ന് പറയുന്ന ഏറ്റവും സങ്കുചിതമായ ഒരു വരേണ്യ രാഷ്ട്രീയത്തിനാണ് RSS നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ ഗോൾവാക്കറുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തുകയും RSSന്റെ സഹായിക്ക് കാവൽ നിൽക്കുകയും ചെയ്ത നേതാക്കൾ നിരനിരയായി കോൺഗ്രസിൽ നിൽക്കുമ്പോൾ തരൂര് ചെയ്യുന്നത് അവരെ ആശ്രയിച്ച് നോക്കിയാൽ അത്ര വലുതല്ലല്ലോ എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നാം. K. സുധാകരനും VD സതീശനും ന്യായീകരിക്കപ്പെടുന്ന ഒരു ഇന്ത്യയിലും കേരളത്തിലുമാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. തീർച്ചയായും അനിൽകുമാർ, ആശയപരമായി നോക്കുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ മുൻകാലങ്ങളിൽ മുന്നിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് ശശി തരൂർ. ആ ശശി തരൂരിനെ പോലും അവരുടെ ആശയഗതിയിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. VD സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡ് സ്വീകരിക്കാൻ തക്ക മാനസികാവസ്ഥയിലേക്ക് ശശി തരൂർ പോലും മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമല്ലേ? അല്ല, ശശി തരൂര് ഒരു കാലത്തും കോൺഗ്രസിന്റെ അടിയുറച്ചൊരു നേതാവായിരുന്നില്ല. അതിന് പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടൊരു നേതാവായിട്ടൊന്നും നമുക്ക് കാണാനാവില്ല. അദ്ദേഹം സാർവദേശീയ തലത്തിൽ നിന്ന് നയതന്ത്രാലയത്തിൽ നിന്ന് കേരളത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരിടം കണ്ടെത്തി അത് കോൺഗ്രസ് ആയിപ്പോയി. അത്രേ ഉള്ളൂ. അതിൽ ഹിന്ദുയിസം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശകലനത്തിന് അദ്ദേഹം തയ്യാറായെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അവസരവാദ രാഷ്ട്രീയമാണ് കോൺഗ്രസിന്. ഇന്ന് BJPയിലെ മിക്കവാറും എല്ലാ നേതാക്കളും കോൺഗ്രസ് നേതാക്കളല്ലേ? ആസാം മുഖ്യമന്ത്രി ആരാണ്? ത്രിപുര മുഖ്യമന്ത്രി ആരായിരുന്നു? അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുന്നത്, മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തോടെ. എന്താണ് ഇന്നത്തെ കോൺഗ്രസ്? അത് നാളത്തെ BJPയുടെ ഗ്യാരണ്ടിയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയുന്നത്.